അച്ഛാ നമുക്കേ അവിടെ കുറെ കൃഷിയൊക്കെ ചെയ്താലോ? ചെയ്യാം. പിന്നെ നമ്മുടെ തെക്കേടത്തെ പാടം ഇപ്പോഴും പാടത്തിന്റെ കൊടുത്തേക്കല്ലേ? അതെ. അതിന് കൃഷി ചെയ്യാൻ തരുമോ? എന്ത് കൃഷി ചെയ്യാൻ? അതങ്ങനെയല്ല, എനിക്ക് ആ മണ്ണിന്റെ ലവണങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടേ അവിടെ ആ പരിപാടിയൊക്കെ നടക്കുമെന്നൊന്ന് തിരക്കണം. ആദ്യം നീ PSC ടെസ്റ്റ് എഴുതി ഒരു സർക്കാർ ജോലി മേടിക്കുന്നു. അത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് വേണം തരാം. അതൊക്കെ അത്രേ ഉള്ളൂ. ഉറപ്പല്ലേ? അവസാനം ഈ കൃഷിയും ലവണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് PSC ടെസ്റ്റ് പാസ്സായിരുന്ന ഞാൻ ഇല്ല, ചുമ്മാ സൈഡായിട്ടെന്തെങ്കിലും ചുമ്മാ നടക്കൂലേ? നിനക്ക് ഈ സൈഡ് നടപ്പ് കുറച്ച് കൂടുതൽ. അതിൻ്റെയാണല്ലോ മുഖത്തെ പാടും എൻ്റെ വണ്ടിയുടെ പാടും. അതൊക്കെ ഇപ്പം മാറും. പ്രകാശി, വേണുക്കുട്ടാ, നീ ആ പൈപ്പ് ഓഫ് ചെയ്തിട്ടോടെ. വണ്ടി മേടിച്ച് ഞാൻ കയ്യിലേക്ക് തരും. എന്തായാലും ടിക്കില് അതിവിടെ ഇത്ര പെട്ടെന്ന് ആളെയും കൊണ്ടുവന്നു. വേണുക്കുട്ടൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് നടത്താണ്ടിരിക്കുമോ? അത് നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാ. നമ്മുടെ ഉഗ്രം വണ്ടിയാ. ഡോക്ടർ ഉപയോഗിച്ച് ബൈക്കാ. അതിന് സാധാരണ കച്ചവടക്കാർ ഞങ്ങളെ അങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇത് ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയല്ലേ? ആടാ, പിന്നെന്താണ് ഒരു വിശ്വാസം ഇല്ലാണ്ട് പറഞ്ഞത്? ഡോക്ടർ ഉപയോഗിച്ചതാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട വണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ പറഞ്ഞ വില അതിച്ചിരി കൂടുതലാണ്. എന്താ ബ്രോ ഇത്? 2020 മോഡൽ വണ്ടിയാണ്. നിങ്ങൾ ഷോറൂമിൽ തിരക്കും പറയാം ശരിക്കുള്ള വില. ചിരിപ്പിക്കല്ലേ ബ്രോ? 1.20 നമ്മൾ എടുക്കാം. 1.70. അത് വിട്ട് ഒരു കളിയില്ല. 1.70. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കച്ചവടല്ലേ, പറ എന്തെങ്കിലും പറ. ഞാൻ ഒരു വില പറയാം. അതാണ് 1.5 ലക്ഷം രൂപ തരാമെങ്കിൽ ഇത് ഇപ്പം വണ്ടി അങ്ങോട്ട് ഉറപ്പിക്കാൻ അങ്ങോട്ട് എന്നെ ആലോചിക്കാൻ. നമ്മളൊന്ന് ആലോചിച്ചോട്ടെ. ആലോചിക്കും. നടക്കും, എത്ര നടക്കും. ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ വണ്ടി കൊടുക്കും. നടക്കണം, ഇല്ലെങ്കിൽ നമുക്ക് മുതലാകത്തില്ല. നീ 1.70 ചോദിച്ചു ഇത്തിരി കടുപ്പായി കേട്ടോ. നല്ല വണ്ടിയല്ലേ? എടാ, വേറെ കുറെ നൂലാമാല ഉണ്ട്. വരുന്നുണ്ട്. അതൊരു 1.40 വണ്ടി എടുക്കാം. അതിലപ്പുറം കൂട്ടായില്ല. ശരി, എന്തോ ആവട്ടെ. കൊടുക്ക്. 1.40 1.40 സമ്മതിച്ചു. ഓട്ടാവും. ഓക്കെ അല്ലേ? വണ്ടി നിനക്കൊരു സന്തോഷമില്ലടാ. 1.40 സമ്മതിച്ചില്ലേ? നോക്ക്. ഒന്നുമില്ല, നോക്കിക്കോ. നോക്കാനൊന്നുമില്ല സാധനം. അതേപോലത്തെ മുട്ടായി വണ്ടിയോ? ഇത് മൊത്തം സ്ക്രാച്ച് ആണല്ലോ ചേട്ടാ. സ്ക്രാച്ച് ആളെ പറ്റിക്കാൻ നോക്കാം. നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലേ? സ്ക്രാച്ച് അല്ല, അത് ഡിസൈൻ അല്ലേ? അത് ഇതാണോ ഡിസൈൻ? നോക്ക്, ഒരു സൈഡ് മൊത്തം സ്ക്രാച്ച്. നീ എന്താണോ ഈ വിശ്വാസം ഇല്ലാണ്ട് സംസാരിക്കണം? ഞാൻ എത്ര വണ്ടി നിന്റെ ചേട്ടൻ ഞാൻ വണ്ടി കൊടുത്ത് ഞാനല്ലേ മേടിച്ചു? നിങ്ങളെ വണ്ടി ആയിട്ട് നമ്മളൊരു 5 തൊട്ട് ആ വണ്ടി കംപ്ലൈന്റ് ആയി. നമ്മുടെ പയ്യൻ എന്നിട്ട് ഇവനിങ്ങനെ സംസാരിക്കണേ? ഇത് നമ്മൾ ചോദിച്ചതാ കേട്ടോ. ഇത് എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചത്? ഒന്നുമില്ല, അതാ ഉള്ള വണ്ടിയിലുള്ളതാണ്. ഞാൻ കൂടെ മിണ്ടല്ലേ തന്നെ. സൂചിച്ച ഇവനെന്നാ ഈ പറഞ്ഞത്? അത് പണ്ടേ ഉടായിപ്പാ. ഇയാളെ കൂടെ കൂടി തന്തേ മോനും കള്ളനായി. സൂചിച്ച അവൻ പറഞ്ഞു. എന്താണോ നീ എന്നാർന്നോട്ടാ ഈ പറയണത്? ഈ കള്ള വണ്ടിയാണോ നമ്മളെ അടിച്ചേപ്പിക്കാൻ? അമ്മച്ചി, ഇവർക്ക് വല്ല കമ്പിപ്പാര എടുത്തോടെ എവിടെയെങ്കിലും പോയി മോട്ടിച്ച് ജീവിക്കട്ടെ. നീ സംസാരിക്കും. ഞാൻ എന്ത് സംസാരിക്കാൻ? എന്ത് കുന്തോട്ടെ, കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. നീ പോയി സംസാരിക്കില്ല. അറിഞ്ഞു നോക്കാൻ നടക്കട്ടെ. വീഴ്ചക്കുന്ന പിന്നെ വേലയടാ ചെറുക്കാ നീ കാണിച്ച. ഈ കച്ചവടം നടന്നില്ലല്ലേ? എനിക്കിപ്പം പൈസ തിരിച്ചു തരാനുണ്ട്. തന്നില്ലെങ്കിൽ നീ അത് എനിക്ക് തരേണ്ടി വരും. ഏത് വകയിലാണേലും. എന്തിനു കൊള്ളാടാ നിന്നെ? മാക്സിമം ഒരു 80,000 രൂപ കിട്ടും. വേണുകൂട്ടാ, നിനക്ക് അറിയാവുന്നല്ലേ? അമ്മയുടെ 100 ലക്ഷം അല്ലേ മേടിച്ച്, അതെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അവരതേ തരുവോളെന്ന്. അതിനുള്ള ഉള്ളൂ. ഇതിനൊരുത്തം കാരണം ഇതെല്ലാം പറ്റിയത്. എന്തെങ്കിലും ആട്ടെ, 80 അത് കൊടുക്കാം. ഉള്ളത് കിട്ടട്ടെ. ഞാൻ തരാൻ വേണുകൂട്ടാ. ബാക്കി 20,000 രൂപയോ? എന്റെ അമ്മ അത് തരാം. പലിശയും കൂടെ എനിക്ക് കിട്ടണം. എല്ലാം കൂടെ തരാം. തരണം. അച്ഛൻ മേടിക്കണ്ട അച്ഛാ, നമുക്ക് ഓൺലൈനിൽ നീക്കാം. ഞാൻ എല്ലാം സെറ്റാക്കി തരാം. ഓൺലൈൻ നിർത്തിയേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ ഇത് എടുത്തിട്ട് പോകണ്ടത്. നിനക്കിത് പൊക്കാനുള്ള ആരോഗ്യം ഉണ്ടാടാ? എന്റെ വാക്കൊക്കെ നിങ്ങളല്ലേ കൊടുത്തേ? അനുഭവിച്ചോ? എന്റെ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിലേക്ക് കയറുവാടാ. ഞാൻ ബാക്കി കൂടെ കാണിച്ചു തരാടാ നിന്നെ. കാണിച്ചു തരാം ഞാൻ കേട്ടോ. എല്ലാത്തിനും മുഴുപ്രാന്താണ്.